പാഠപുസ്തകങ്ങളിൽ നിന്ന് പുനരേകീകരണം, അനുരഞ്ജനം തുടങ്ങിയ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് അധ്യാപകർക്ക് നിർദ്ദേശം നൽകി ഭരണകൂടം. നിലവിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഈ വാക്കുകൾ വെട്ടിക്കളയണമെന്നും അതിൻ്റെ കാരണം വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നാണ് ഈ വിചിത്ര നിയമം നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ എല്ലാ പാഠപുസ്തകങ്ങളും അവലോകനം ചെയ്യാൻ വിദ്യാഭ്യാസ അധികാരികൾക്ക് ഉത്തരവിട്ടിരുന്നു. പുതിയ ബാച്ച് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുണ്ട്. ദക്ഷിണ കൊറിയയുമായുള്ള ഏകീകരണം ഇനി സാധ്യമല്ലെന്നും ഉത്തര കൊറിയൻ ഭരണഘടന ഭേദഗതി ചെയ്ത് അതിനെ രാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായി പ്രഖ്യാപിക്കണമെന്നും ഈ വർഷം ആദ്യം കിം പ്രസ്താവിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ അവർ വിപ്ലവകാരികളാണെന്നും വിപ്ലവകാരികളായി മാത്രമേ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നതിനാൽ അവരെ പ്രത്യയശാസ്ത്രപരമായി സജ്ജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവുകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന അധ്യാപകർ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാൻ വിസമ്മതിച്ച അധ്യാപികയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അതേസമയം മനുഷ്യത്വമില്ലാത്ത പുതുതലമുറയെ രൂപീകരിക്കാൻ വിദ്യാഭ്യാസത്തെ കൂട്ടുപിടിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത്.